മിലിറ്ററിയുടെ ഹെൽപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. അവർ എന്ത് കാര്യത്തിനും മിലിറ്ററി, വണ്ടി വഴിയിലായാലും ശരി, അല്ല നമുക്ക് എന്ത് മെഡിക്കൽ ആവശ്യത്തിനായാലും ശരി, അതെല്ലാം ഫുഡ് കഴിക്കാൻ, അതായത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതും മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വിലേന്റെ കാര്യത്തിലായാലും ശരി, ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ശരി. ഇവിടുന്ന് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എപ്പോഴും മിലിറ്ററിയുടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നല്ല ഫുഡാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡുമാണ്, പൈസയും വളരെ കുറവാണ്. പിന്നെ അതുപോലെ ഇവരെന്ത് കാര്യം, ഞങ്ങള് ഇന്നലെ വിനീതിരി ഓക്സിജൻ അടിക്കാൻ പോയ സമയത്ത് ഞങ്ങളൊരു അവിടെ വെച്ചിട്ടൊരു മലയാളി ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിനെ പരിചയപ്പെട്ടു. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ഇവിടെ ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടുത്തെ അവരുടെ ലൈഫുകളും. കാരണം ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലത്ത് -40 വരെ ഇത് വരും. അപ്പം ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും, അതുപോലെ ഓക്സിജന്റെ പ്രശ്നം. കാരണം അവര് ഹെവി വർക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കുനിഞ്ഞൊരു കല്ലെടുക്കാൻ പോലും നമ്മൾ കറക്കുന്ന ആൾക്കാരാണ് ഈ കാലാവസ്ഥയില്. അപ്പൊ അവര് അവരുടെ ഡെയിലി വർക്ക് ഇവരെ ഈ ഓക്സിജൻ ലെവലിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ കഷ്ടപ്പാട് ആലോചിക്കുക. അപ്പോ ഹാൻഡ്സ് ഓഫ് ടു ഇന്ത്യൻ ആർമി. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു രക്ഷയില്ല.